KSH ഇന്റർനാഷണൽ അവരുടെ IPO അനൗൺസ് ചെയ്തിട്ടുണ്ട്. കമ്പനിയെ കുറിച്ച് നോക്കുവാണെങ്കിൽ കമ്പനി സ്റ്റാർട്ട് ചെയ്തത് 1981-ലാണ്. കമ്പനി ഒരു ലാർജ് സ്കെയിൽ കമ്പനിയാണ്. കമ്പനി മാനുഫാക്ചർ ചെയ്യുന്ന പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ മാഗ്നറ്റ് വൈൻഡിങ് വയേഴ്സ് ആണ്. ഇന്ത്യയിൽ തന്നെ മാഗ്നറ്റ് വൈൻഡിങ് വയേഴ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ലീഡിംഗ് കമ്പനികൾ 3rd ലാർജസ്റ്റ് കമ്പനിയാണ് KSH ഇന്റർനാഷണൽ ലിമിറ്റഡ്. അതുപോലെ നമ്മൾ പവർ സെക്ടറിലും ഇൻഡസ്ട്രിയലിലും അതുപോലെ തന്നെ റിന്യൂവബിൾസിലും റെയിൽവേയിലും ഓട്ടോമോട്ടീവ്സിലും ഹോം അപ്ലയൻസസിലും എയർ കണ്ടീഷനിലും എല്ലാം നമ്മൾ ഈ മാഗ്നറ്റ് വൈൻഡിങ് വയേഴ്സ് യൂസ് ചെയ്യുന്നുണ്ട്. കമ്പനിയുടെ IPO ഡീറ്റെയിൽസ് നോക്കുവാണെങ്കിൽ ഇഷ്യൂ സൈസ് വരുന്നത് 710 കോടിയാണ്. ഈ 710 കോടിയിൽ 420 കോടി ഫ്രഷ് ഇഷ്യൂവും ബാലൻസ് വരുന്ന 290 കോടി ഓഫർ ഫോർ സെയിലുമാണ്. IPO ടൈപ്പ് വരുന്ന മെയിൻ ബോർഡാണ്. മാർക്കറ്റ് ക്യാപ്പ് വരുന്നത് 2601 കോടിയാണ്. പ്രൈസ് റേഞ്ച് വരുന്നത് 365 തൊട്ട് 384 രൂപ വരെയാണ്. BSEയിലും NSEയിലും ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. കമ്പനിയുടെ കഴിഞ്ഞ ഫിനാൻഷ്യൽ ഇയറിലെ റവന്യൂ എന്ന് പറയുന്നത് 1928 കോടിയാണ്. അതുപോലെ ലോട്ട് സൈസ് എന്ന് പറയുന്നത് 39 ഷെയർസ് ആണ്. ഗ്രോത്ത് റേറ്റ് 3 വർഷത്തെ കമ്പനിയുടെ CAGR ഗ്രോത്ത് റേറ്റ് എന്ന് പറയുന്നത് 35.55%. മിനിമം ഇൻവെസ്റ്റ്മെന്റ് എമൗണ്ട് 14,235 രൂപയാണ്. പ്രീ അപ്ലൈ ഡേറ്റ് സ്റ്റാർട്ട് ചെയ്ത് ഡിസംബർ 15 മുതലാണ്. ബിഡിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഡിസംബർ 16 ഇന്ന് മുതലാണ് ബിഡിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ബിഡിംഗ് എൻഡ് ചെയ്യുന്നത് ഡിസംബർ 18-നാണ്. അലോട്ട്മെന്റ് ഫൈനലൈസേഷൻ ഡേറ്റ് എന്ന് പറയുന്നത് ഡിസംബർ 19-ആണ്. റിലീസ് ഓഫ് ഫണ്ട് ഡേറ്റ് എന്ന് പറയുന്നത് ഡിസംബർ 22-ആണ്. ഡിമാർട്ട് ട്രാൻസ്ഫർ ഡേറ്റ് വരുന്നത് ഡിസംബർ 22-ആണ്. കമ്പനിയുടെ ഷെയർ ലിസ്റ്റ് ചെയ്യുന്നത് ഡിസംബർ 23-നാണ്. കമ്പനിക്ക് IPO ഇഷ്യൂ ചെയ്ത് കിട്ടുന്ന ഫണ്ടിൽ 53%, അതായത് 225 കോടിയും അവർ യൂസ് ചെയ്യുന്ന റീപേയ്മെന്റ് ഓഫ് ബോറോയിങ്സ്, അവരുടെ കടങ്ങൾ വീട്ടുന്നതിന് വേണ്ടിയാണ്. അതുപോലെ 23% അവർ ജനറൽ കോർപ്പറേറ്റ് പർപ്പസിന് വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്. 20% അവർ പുതിയ മെഷീനറികൾ മേടിക്കുന്നതിന് വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്. ബാലൻസ് വരുന്ന 2% അവിടെ ഒരു മാനുഫാക്ചറിംഗ് ഫെസിലിറ്റിയാണ്, സൂപ്പർ ഫെസിലിറ്റി. അവിടെ സോളാർ പവർ പ്ലാന്റ് മേടിക്കുന്നതിന് വേണ്ടിയാണ് യൂസ് ചെയ്യുന്നത്. അതുപോലെ നമുക്ക് കമ്പനിയുടെ 3 വർഷത്തെ ഇൻകം സ്റ്റേറ്റ്മെന്റ് ഒന്ന് കണ്ടു നോക്കാം. ഇവിടെ എമൗണ്ട് തന്നിരിക്കുന്നത് മില്യണിലാണ്, ഞാൻ പ്രസന്റ് ചെയ്യുന്ന കോടിയിലാണ്. കമ്പനിയുടെ 2023 റവന്യൂ ഫ്രം ഓപ്പറേഷൻ എത്രയാണ്? 1049 കോടിയാണ്. അത് 2024 ആയപ്പോഴത്തേനും 1382 കോടിയായിട്ട് കൂടിയിട്ടുണ്ട്. 2025 ആയപ്പോഴത്തേനും 1928 കോടിയായിട്ട് കൂടിയിട്ടുണ്ട്. അതുപോലെ നമുക്ക് കമ്പനിയുടെ പ്രോഫിറ്റ് ബിഫോർ ടാക്സ് നോക്കുവാണെങ്കിലോ 2023 35 കോടിയായിരുന്നു. അത് 2024 ആയപ്പോഴത്തേന് 50 കോടിയായിട്ട് കൂടിയിട്ടുണ്ട്. 2025 90 കോടിയാണ് കമ്പനിയുടെ പ്രോഫിറ്റ് ബിഫോർ ടാക്സ് വരുന്നത്. അതുപോലെ കമ്പനിയുടെ പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് നോക്കുവാണെങ്കിൽ 2023 26 കോടിയായിരുന്നു. അത് 2024 ആയപ്പോഴത്തേനും 37 കോടിയായിട്ട് കൂടിയിട്ടുണ്ട്. 2025 67 കോടിയാണ് കമ്പനിയുടെ പാറ്റ് വരുന്നത്. അതുപോലെ കമ്പനിയുടെ EPS ഏർണിംഗ് പെർ ഷെയർ നോക്കുവാണെങ്കിൽ 2023 4.68 പൈസയായിരുന്നു. അത് 2024 ആയപ്പോഴത്തേനും 6.57 പൈസയായിട്ട് കൂടിയിട്ടുണ്ട്. 2025 ആയപ്പം 11.97 പൈസയിലാണ് കമ്പനിയുടെ EPS നിൽക്കുന്നത്. കമ്പനിയുടെ 3 വർഷത്തെ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് നോക്കുവാണെങ്കിൽ നെറ്റ് ക്യാഷ് ഫ്ലോ ഫ്രം ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റി നോക്കുവാണെങ്കിൽ 2023 62 കോടി പോസിറ്റീവ് ആയിരുന്നു. അത് 2024 ആയപ്പോഴത്തേനും 17 കോടി നെഗറ്റീവാണ്. 2025 9 കോടി നെഗറ്റീവാണ് വരുന്നത്. ക്യാഷ് ഫ്ലോ ഫ്രം ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റി ഇപ്പോഴും പോസിറ്റീവ് ആയിട്ട് ഇരിക്കുന്നതാണ് നല്ലത്. പക്ഷേ നമ്മൾ 2025-2026 ഫിനാൻഷ്യൽ ഇയർ നോക്കുവാണെങ്കിൽ കമ്പനിയുടെ നെറ്റ് ക്യാഷ് ഫ്ലോ ഫ്രം ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റി 13 കോടിയായിട്ട് പോസിറ്റീവ് ആയിട്ടുണ്ട്. 2024 നെഗറ്റീവ് 17 കോടിയാണെങ്കിൽ 2025 ആയപ്പോഴത്തേനും അത് 9 കോടിയായിട്ട് കുറഞ്ഞിട്ടുണ്ട്. അതുപോലെ കമ്പനിയുടെ ക്യാഷ് ഫ്ലോ ഫ്രം ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റി നോക്കുവാണെങ്കിലോ 2023 19 കോടി നെഗറ്റീവ് ആയിരുന്നു. 2024 38 കോടി നെഗറ്റീവ് ആണ്. 2025 118 കോടി കമ്പനിയുടെ നെഗറ്റീവ് ആണ്. കമ്പനി അപ്പം കമ്പനിയുടെ ഗ്രോത്തിന് വേണ്ടി നല്ല രീതിയിൽ ഇൻവെസ്റ്റ് ചെയ്തതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ നെറ്റ് ക്യാഷ് ഫ്ലോ ഫ്രം ഫിനാൻസിങ് ആക്ടിവിറ്റീസ് നോക്കുവാണെങ്കിലോ 2023 40 കോടി നെഗറ്റീവ് ആണ് വരുന്നത്. 2024 67 കോടി പോസിറ്റീവ് ആണ് വരുന്നത്. 2025 122 കോടി പോസിറ്റീവ് ആണ് വരുന്നത്. ക്യാഷ് ഫ്ലോ ഫ്രം ഫിനാൻസിങ് ആക്ടിവിറ്റി ഇപ്പോഴും നെഗറ്റീവ് ആയിട്ടിരിക്കുന്നതാണ് നല്ലത്. കാരണം കമ്പനി ഒരു ലാർജ് സ്കെയിൽ കമ്പനിയുമാണ്. തുടങ്ങിയിട്ടും 1981 സ്റ്റാർട്ട് ചെയ്ത കമ്പനിയാണ്. അപ്പം എപ്പോഴും ഫിനാൻസിങ് ആക്ടിവിറ്റി പോസിറ്റീവ് ആയിട്ടിരിക്കുന്നതെന്ന് പറഞ്ഞാൽ പബ്ലിക്കിൽ അതായത് ഇക്വിറ്റി ഇഷ്യൂ ചെയ്തും ബോണ്ട് ഒക്കെ ഇഷ്യൂ ചെയ്തിട്ട് കമ്പനി ഫണ്ട് റേസ് ചെയ്യുന്നുണ്ട് അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി.
കമ്പനിയെ നമുക്ക് സെക്ടറൽ ആവറേജ് വെച്ചും സെയിം സെക്ടറിലുള്ള കമ്പനികളുമായിട്ട് ഒന്ന് കമ്പയർ ചെയ്ത് നോക്കാം. നമുക്ക് ആദ്യം മാർക്കറ്റ് ക്യാപ്പ് നോക്കാം. കമ്പനിയുടെ മാർക്കറ്റ് ക്യാപ്പ് എത്രയാണ്? 2601 കോടിയാണ്. സെക്ടറിന്റെ ആവറേജ് എത്രയാണ് വരുന്നത്? 10304 കോടിയാണ്. സിമൻസ് ലിമിറ്റഡിന്റെ മാർക്കറ്റ് ക്യാപ്പ് എത്രയാണ് വരുന്നത്? 1,11,985 കോടിയാണ്. ABB ഇന്ത്യ ലിമിറ്റഡിന്റെയോ 1,11,845 കോടിയാണ്. CG പവർ ആൻഡ് ഇൻഡസ്ട്രിയൽ സൊല്യൂഷൻ ലിമിറ്റഡിന്റെയോ 1,04,869 കോടിയാണ്. നമ്മളിപ്പം പഠിച്ചുകൊണ്ടിരിക്കുന്ന കമ്പനി ഓൾറെഡി ഒരു ലാർജ് സ്കെയിൽ കമ്പനിയാണ്, നമ്മൾ കണ്ടതാണ്. പക്ഷെ നമ്മൾ കമ്പാരിസൺ എടുത്തേക്കുന്ന 3 കമ്പനി വെച്ച് നോക്കുമ്പോഴത്തേനും കമ്പനി കമ്പാരിറ്റീവ്ലി ഒരു സ്മോൾ കമ്പനിയാണ്. അതുപോലെ കമ്പനിയുടെ റവന്യൂ നോക്കുവാണെങ്കിലോ, കമ്പനിയുടെ റവന്യൂ നോക്കുവാണെങ്കിൽ 1928 കോടിയാണ്. സെക്ടർ ആവറേജ് എത്രയാണ് വരുന്നത്? 1165 കോടിയാണ്. സിമൻസ് ലിമിറ്റഡിന്റെയോ 17,364 കോടിയാണ്. ABB ഇന്ത്യ ലിമിറ്റഡിന്റെയോ 12,188 കോടിയാണ്. CG പവർ ആൻഡ് ഇൻഡസ്ട്രി സൊല്യൂഷൻ ലിമിറ്റഡിന്റെയോ 9,908 കോടിയാണ്. റവന്യൂ നോക്കുവാണെങ്കിൽ സെക്ടറൽ ആവറേജിനേക്കാളും കൂടുതലുണ്ട് കമ്പനിക്ക് റവന്യൂ. നല്ല രീതിയിൽ ഒരു പെർഫോമൻസ് നമുക്ക് റവന്യൂവിൽ കാണാൻ സാധിക്കും. അതുപോലെ പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് നോക്കുവാണെങ്കിൽ കമ്പനിക്ക് എത്രയാണ്? 67 കോടിയാണ് വരുന്നത്. സെക്ടറിന്റെ ആവറേജ് എത്രയാണ് വരേണ്ടത്? 116 കോടിയാണ്. സിമൻസ് ലിമിറ്റഡിന്റെ എത്രയാണ്? 1688 കോടിയാണ്. ABB ഇന്ത്യ ലിമിറ്റഡിന്റെയോ 1874 കോടിയാണ്. CG പവർ ആൻഡ് ഇൻഡസ്ട്രിയൽ സൊല്യൂഷൻ ലിമിറ്റഡിന്റെയോ 972 കോടിയാണ്. ഇപ്പൊ നമുക്ക് പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് നോക്കുവാണെങ്കിൽ കമ്പനിക്ക് സെക്ടറിനേക്കാളും നല്ല രീതിയിൽ കുറഞ്ഞിരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. നമ്മൾ മാർക്കറ്റ് ക്യാപ്പ് ഓൾറെഡി കണ്ടതാണ്. ഇനി പി റേഷ്യോ നോക്കുവാണെങ്കിൽ കമ്പനിയുടെ പി റേഷ്യോ വരുന്നത് 32 ആണ് വരുന്നത്. സെക്ടറിന്റെ ആവറേജ് എത്രയാണ്? 99 ആണ് വരുന്നത്. സിമൻസ് ലിമിറ്റഡിന്റെ 66 ആണ് വരുന്നത്. ABB ഇന്ത്യ ലിമിറ്റഡിന്റെയോ 63 ആണ്. CG പവർ ആൻഡ് ഇൻഡസ്ട്രി സൊല്യൂഷൻ ലിമിറ്റഡിന്റെയോ 96 ആണ്. പി റേഷ്യോ നോക്കുവാണെങ്കിൽ കമ്പനിക്ക് കമ്പാരിറ്റീവ് സെക്ടർ വൈസ് നോക്കുവാണെങ്കിലും മറ്റുള്ള കമ്പനിയെ നോക്കുവാണെങ്കിൽ മറ്റുള്ള കമ്പനി ഓൾറെഡി ഇതിനെ കമ്പാരിറ്റീവ് ലാർജ് സ്കെയിൽ ആണ്. സെക്ടർ വൈസ് നോക്കുവാണെങ്കിൽ കമ്പനിയുടെ IPO നല്ല രീതിയിൽ കുറവാണ്. അതുകാരണം നമുക്ക് കുറഞ്ഞ വിലയ്ക്ക് കമ്പനിയുടെ ഷെയർ മേടിക്കാൻ സാധിക്കും. അതുപോലെ ഡി റേഷ്യോ, ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോ നമുക്കൊന്ന് കണ്ടു നോക്കാം. ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കമ്പനിക്ക് എന്തോരം കടമുണ്ടെന്ന് മനസ്സിലാവും. കമ്പനിയുടെ ഡി റേഷ്യോ എത്രയാണ്? 1.17 ആണ് വരുന്നത്. സെക്ടറൽ ആവറേജ് എത്രയാണ് വരുന്നത്? 0.59 ആണ് വരുന്നത്. സിമൻസ് ലിമിറ്റഡിന്റെ എത്രയാണ്? 0.01 ആണ് വരുന്നത്. ABB ഇന്ത്യ ലിമിറ്റഡിന്റെയോ 0.01 ആണ് വരുന്നത്. CG പവർ ആൻഡ് ഇൻഡസ്ട്രി സൊല്യൂഷൻ ലിമിറ്റഡിന്റെയോ 0.01 ആണ് വരുന്നത്. കമ്പനിക്ക് നല്ല രീതിയിൽ കടമുണ്ടെന്ന് നമുക്ക് കാണാൻ സാധിക്കും. സെക്ടറൽ ആവറേജ് വരുന്നത് 0.59 ആണ്. അതിലും കൂടുതലാണ് കമ്പനിയുടെ കടം, അതായത് 1.17 ആണ് വരുന്നത്. മറ്റുള്ള കമ്പനിയെ വെച്ച് നോക്കുവാണെങ്കിലും കമ്പനിക്ക് നല്ല രീതിയിൽ കടമുണ്ടെന്ന് നമുക്കിവിടെ കാണാൻ സാധിക്കും. കമ്പനിയുടെ സ്ട്രെങ്ത് നോക്കുവാണെങ്കിൽ കമ്പനിക്ക് 3 മാനുഫാക്ചറിംഗ് ഫെസിലിറ്റീസ് ആണുള്ളത്. കമ്പനിയുടെ ടോട്ടൽ ആനുവൽ മാനുഫാക്ചറിംഗ് കപ്പാസിറ്റി നോക്കുവാണെങ്കിൽ 29,045 MT ആണ്. അതുപോലെ തന്നെ കമ്പനി 24 കൺട്രീസിലേക്കാണ് അവരുടെ മാനുഫാക്ചർ പ്രോഡക്റ്റ് എക്സ്പോർട്ട് ചെയ്യുന്നത്. നോർത്ത് അമേരിക്ക, യൂറോപ്പ്, മിഡിൽ ഈസ്റ്റ്, ഏഷ്യ ഇങ്ങനത്തെ കൺട്രികളിലോട്ടാണ് കമ്പനി എക്സ്പോർട്ട് ചെയ്യുന്നത് അവരുടെ പ്രൊഡക്റ്റ്. കമ്പനിക്ക് സ്ട്രോങ് ആയിട്ടുള്ള ഗവൺമെന്റ് ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷണൽ ക്ലയന്റുകളാണ് ഉള്ളത്. കമ്പനിയുടെ വീക്ക്നെസ് നോക്കുവാണെങ്കിൽ കമ്പനി റോ മെറ്റീരിയൽസ് പർച്ചേസ് ചെയ്യുന്നത് ഏതാണ്ട് ഒരു 95% റോ മെറ്റീരിയൽസ് സപ്ലൈ ചെയ്യുന്നത് ഒരു 10 സപ്ലയേഴ്സ് ആണ്. അത് മാത്രമല്ല അവരുമായിട്ട് ഒരു ഷോർട്ട് ടൈം കോൺട്രാക്ട് ആണ്, ഒരു ലോങ് ടൈം കോൺട്രാക്ട് കമ്പനി മെയിൻറ്റെയിൻ ചെയ്യുന്നില്ല. അതുപോലെ തന്നെ കമ്പനിയുടെ റവന്യൂ നോക്കുവാണെങ്കിൽ 2025-2026 ഫിനാൻഷ്യൽ ഇയറിൽ സെപ്റ്റംബർ വരെയുള്ള ഡേറ്റ നോക്കുവാണെങ്കിൽ 71% റവന്യൂ. അതുപോലെ തന്നെ ഫിനാൻഷ്യൽ ഇയർ 2025 74% റവന്യൂ. അതുപോലെ ഫിനാൻഷ്യൽ ഇയർ 2024 75% കമ്പനി ജനറേറ്റ് ചെയ്തിരിക്കുന്നത് പർട്ടിക്കുലർലി ഒരു സെക്ടറിൽ നിന്നാണ്. ഒരു സെക്ടറാണ്, അതായത് പവർ സെക്ടറിൽ നിന്നാണ് കമ്പനി ഒരു 3/4% റവന്യൂ ജനറേറ്റ് ചെയ്തിരിക്കുന്നത്. അതുപോലെ നമ്മൾ കമ്പനി ഒന്ന് സമ്മറൈസ് ചെയ്ത് നോക്കുവാണെങ്കിൽ കമ്പനി ഒരു ലാർജ് സ്കെയിൽ കമ്പനിയാണ്. അതുപോലെ തന്നെ ഇന്ത്യയിൽ മാഗ്നറ്റിക് വൈൻഡിംഗ് വെയർസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ലീഡിംഗ് ആയിട്ടുള്ള കമ്പനികൾ 3rd ലാർജസ്റ്റ് കമ്പനിയാണ് KSH ഇന്റർനാഷണൽ ലിമിറ്റഡ്. അതുപോലെ കമ്പനിയുടെ 3 വർഷത്തെ ഇൻകം സ്റ്റേറ്റ്മെന്റ് നോക്കുവാണെങ്കിൽ റവന്യൂ ആണെങ്കിലും പ്രോഫിറ്റ് ആണെങ്കിലും ഏർണിംഗ് പെർ ഷെയർ ആണെങ്കിലും ഇയർ ടു ഇയർ നമുക്ക് നല്ല രീതിയിൽ ഒരു ഗ്രോത്ത് കാണാൻ സാധിക്കും. അതുപോലെ കമ്പനിയുടെ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് നോക്കുവാണെങ്കിൽ 3 വർഷത്തെ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് നോക്കുവാണെങ്കിൽ 2023 ക്യാഷ് ഫ്ലോ പോസിറ്റീവ് ആയിരുന്നു. പക്ഷെ 2024 2025 കമ്പനിയുടെ ക്യാഷ് ഫ്ലോ ഫ്രോം ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റി നെഗറ്റീവ് ആണ്. 2024 17 കോടിയായിരുന്നു നെഗറ്റീവ്. പക്ഷെ അത് 2025 ആയപ്പോഴത്തേനും 9 കോടിയായിട്ട് കുറഞ്ഞിട്ടുണ്ട്. പക്ഷെ 2025-2026 ഫിനാൻഷ്യൽ ഇയറിലെ ഡേറ്റാസ്, സെപ്റ്റംബർ വരെയുള്ള ഡേറ്റാസ് നമ്മൾ നോക്കുവാണെങ്കിൽ 13 കോടിയായിട്ട് കമ്പനിയുടെ റവന്യൂ ഫ്രം
റവന്യൂ അല്ല, ക്യാഷ് ഫ്ലോ ഫ്രം ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റി 13 കോടിയായിട്ട് പോസിറ്റീവ് ആയിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ കമ്പനിയുടെ ക്യാഷ് ഫ്ലോ ഫ്രം ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റി നോക്കുകയാണെങ്കിൽ 3 വർഷവും കമ്പനിയുടെ എക്സ്പാൻഷനും ഗ്രോത്തിനും വേണ്ടി നല്ല രീതിയിൽ ഇൻവെസ്റ്റ് ചെയ്തതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോ നോക്കുകയാണെങ്കിൽ കമ്പനിക്ക് ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോ കൂടുതലാണ്. അതായത് ഒരു 1 പോയിന്റ് സംതിങ് വരുന്നുണ്ട്. സെക്ടറിനേക്കാളൊക്കെ കമ്പനിക്ക് ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോ കൂടുതലാണ്. കമ്പനി ഓൾറെഡി ഒരു ലാർജ് സ്കെയിൽ കമ്പനിയാണ്. പുതിയതായിട്ട് തുടങ്ങിയ ഒരു കമ്പനിയുമല്ല, ഒരു ഓൾഡസ്റ്റ് കമ്പനിയുമാണ്. അപ്പം കമ്പനിക്ക് ചെറിയ രീതിയിൽ കടമുണ്ടെന്ന് നമുക്ക് അനലൈസ് ചെയ്യാൻ സാധിക്കും. അപ്പം ഈ വീഡിയോ ഒരിക്കലും ഒരു സ്റ്റോക്ക് റെക്കമെൻഡേഷൻ അല്ല, എഡ്യൂക്കേഷണൽ പർപ്പസിന് വേണ്ടി മാത്രം ചെയ്യുന്നതാണ്.